കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കടുത്ത നിലപാടുമായി ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. NM വിജയൻ എഴുതിയ കത്തുകൾ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നേരിട്ട് നൽകിയിട്ടും ഇരുവരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് മകൻ വിജേഷ് 24നോട് പറഞ്ഞു. സാമ്പത്തിക ബാധ്യത വരുത്തിയത് പാർട്ടിയാണെന്നും ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. NM വിജയൻ എഴുതിയ കത്തുകൾ കെ സുധാകരനും VD സതീശനും നേരിട്ടാണ് കൈമാറിയതെന്ന് മകൻ വിജേഷ് പറഞ്ഞു. കെ സുധാകരൻ നമുക്ക് നോക്കാമെന്ന മറുപടി നൽകി. VD സതീശനിൽ നിന്ന് ലഭിച്ച പ്രതികരണം നല്ല നിലയിൽ ആയിരുന്നില്ല. കത്തുകൾ തന്റെ മുമ്പിൽ വെച്ചാണ് കെ സുധാകരൻ വായിച്ചത്. അവർക്ക് എന്ത് വേണം പറയാലോ. ഒരു കോൺഗ്രസ് നേതാവും മരണശേഷം തിരിഞ്ഞു നോക്കിയില്ല. പിതാവിന്റെയും സഹോദരന്റെയും ആത്മഹത്യ കുടുംബ പ്രശ്നമാക്കാൻ ശ്രമം നടന്നു. അടുത്ത ബന്ധുക്കളെപ്പോലും നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വിജയന്റെ മരുമകൾ പത്മജ. ഒരു ആരോപണം ഉണ്ട് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള രീതിക്ക് കൊടുത്ത സമയത്ത് ആ ബന്ധു തന്നെയാണ് പറഞ്ഞത് നമ്മളെടുത്ത് ഇങ്ങനെ പറ്റിപ്പോയതാണ്, അവര് വഴി തിരിച്ചു വിടാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ്റെ ഇത്രയും ബാധ്യത അവർക്കും അറിയുണ്ടായിരുന്നില്ല എന്നാണ്. ഞങ്ങൾക്കറിയില്ലല്ലോ, പിന്നെ ബന്ധുക്കൾക്കും. NM വിജയൻ കത്തിലുന്നയിച്ച ആരോപണങ്ങളിൽ നേരത്തെ തന്നെ അന്വേഷണം പൂർത്തിയായതെന്നായിരുന്നു T സിദ്ദിഖ് MLA പ്രതികരണം. IC ബാലകൃഷ്ണൻ SP പരാതി കൊടുക്കാൻ കാരണം തന്റെ കൈകൾ ശുദ്ധമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്നും MLA. വിജയേട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ അന്വേഷണം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ആ റിപ്പോർട്ടിനെതിരായി വിജയേട്ടൻ ഉൾപ്പെടെയുള്ള ഒരാളും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. വിജിലൻസ് സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 24 വയനാട്.